ഷാഫി പറമ്പിൽ എന്ന ഒരൊറ്റ കോൺഗ്രസ് യുവനേതാവ് വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഇപ്പോഴത്തെ CPM-ന്റെ ഉശിര് എന്നുള്ളതാണ് കേരളം കണ്ട സത്യം. അതായത് സരിതയുടെ സോളാർ വിഷയം മഴയത്തും മഞ്ഞിലും വെയിലിലും കത്തിച്ചതാണ് ഒന്നാം പിണറായി ഭരണം നേടിയതെങ്കിലും കൊറോണയുടെ പിന്നാമ്പുറം പറ്റി നേടിയതാണ് പിണറായിയുടെ രണ്ടാം വിജയം. അപ്പോഴെല്ലാം അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പുകളുമെല്ലാം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ കാര്യമറിയാതെ മലയാളികൾ പിണറായിയെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്നാൽ രണ്ടാം ഭരണം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ തട്ടിപ്പുകളും ഓരോന്നോരോന്നായി പുറത്തു വരികയായിരുന്നു. പ്രതിപട്ടികയിൽ പാർട്ടി നേതാക്കൾ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും അടക്കം ചില തട്ടിപ്പുകളുടെ ഭാഗമായി എന്ന് പറയാൻ തുടങ്ങി കേരളം തന്നെ. അതിൽ മകൾ തട്ടിപ്പുകാരിയാണെന്ന് പലരും പറഞ്ഞത് ഇപ്പോൾ കോടതിയിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ മുഴുവൻ തട്ടിപ്പിൻ്റെയും അഴിമതിയുടെയും ഇടയിൽ നിൽക്കുമ്പോഴാണ് അവസാന മാസങ്ങളിൽ ഭരണം നഷ്ടപ്പെടും എന്ന് അവർ തന്നെ ഉറപ്പിക്കുന്നത്. ഒന്നുമില്ല ജനങ്ങളോട് പറയാൻ. ഓണത്തിന് സാധാരണ കൊടുക്കാറുള്ളത് പോലെ കിറ്റ് പോലും കൊടുത്തിട്ടില്ല. ഇതിനെയെല്ലാം മറച്ചുവെക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ ചില വഴികൾ അവർ തേടിയതും കണ്ടെത്തിയതും. മാങ്കൂട്ടം MLA പരാതിയില്ലാതെ കൊടുക്കാൻ ശ്രമിച്ചിട്ടും ഇതുവരെ അതും നടന്നിട്ടില്ല. അതിനൊപ്പം തന്നെ അവർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ MP-ക്കെതിരെയും നീങ്ങിയതാണ്. പിണറായി സർക്കാരിൻ്റെയും CPM-ന്റെയും ആണിക്കല്ലിളകിയതും അതുകൊണ്ട് തന്നെയാണ്. മാങ്കൂട്ടത്തിൻ്റെ കേസ് ആളിക്കത്തുമെന്ന ദിവാസ്വപ്നം കണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഷാഫി പറമ്പിൽ MP-യെയും വഴിയിൽ തടഞ്ഞ CPM-കാർ പണി ഇരന്നു വാങ്ങി എന്ന് തന്നെ പറയാം. വടകരയിൽ വെച്ച്, അതും തൻ്റെ സ്വന്തം മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ആക്രമിക്കാൻ ശ്രമിച്ച CPM-കാർ ഒരു ദിവസം പോലീസിൻ്റെ സഹായത്തോടെ വഴിയിൽ തടയാൻ നോക്കിയെങ്കിലും നൂറുകണക്കിന് CPM-കാരുടെ ഇടയിലേക്ക് ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരൻ നേതാവ് ഇറങ്ങി നിന്ന് പോയി പണി നോക്കാൻ പറഞ്ഞപ്പോൾ ആരും ഇത്ര കരുതിയിരുന്നില്ല അതുപോലെ സംഭവിക്കുമെന്നുള്ളത്. ആ CPM-കാരും DYFI-ക്കാരും വേറെ പണി നോക്കാൻ പോയിരിക്കുകയാണ്. അതിനുശേഷം ഷാഫിയുടെ വഴി തടയാൻ ഒരുത്തരും ധൈര്യം വന്നിട്ടുമില്ല. ഷാഫിയാണെങ്കിൽ കേരളം മുഴുവൻ ഇറങ്ങി നടക്കുകയാണ്, പാർട്ടി പരിപാടിക്കും ഔദ്യോഗിക പരിപാടിക്കുമായി. വഴി തടയാൻ വന്നവർ മാറി നിന്ന് മുദ്രാവാക്യത്തിൽ കാര്യങ്ങൾ ഒതുക്കുകയാണിപ്പോൾ. CPM നേതൃത്വം തന്നെ ഇതു കണ്ട് വളരെയധികം ചിന്തിച്ചു. ഷാഫിയെ തൊട്ടാൽ പണി പാളും എന്ന് മാത്രമല്ല, പകുതി പണി പാളിക്കഴിഞ്ഞു എന്നുള്ളത്. നേതൃത്വം തന്നെ ഷാഫിയോട് കളിക്കരുത് എന്ന് പറയേണ്ടി വന്ന ഒരു ഗതികേടിൽ എത്തി നിൽക്കുന്നു. കേരളത്തിൽ ഒരു കാലത്ത് എല്ലാ പാർട്ടിക്കാരെയും വരച്ച വരയിൽ നിർത്തിയിരുന്ന MV രാഘവനെ പോലും വഴി നടക്കാൻ സമ്മതിക്കാത്ത CPM-കാർ, അതിൻ്റെ പേരിൽ ചോര ചിന്തിയ DYFI-ക്കാർ ഇന്ന് ഷാഫി പറമ്പിൽ എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഷാഫിയുടെ ജനസമ്മതിയാണ്. CPM-ലും അവരുടെ യുവജന വിഭാഗത്തിലുമുണ്ട് കുറേ നേതാക്കൾ. പക്ഷേ ജനങ്ങളുടെ അടുത്തു പോകാൻ കഴിവില്ലാത്തവർ, ഷാഫി പറമ്പിലിൻ്റെ ഏഴയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ എന്ന് അവർ തന്നെ കേരളത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ, KC വേണുഗോപാലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ KPCC അധ്യക്ഷനോ ഒന്നും വേണ്ട CPM-നെ തീർക്കാൻ, അതിന് ഷാഫി പറമ്പിൽ MP മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ CPM മാറിയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പിച്ചിരിക്കുന്നു ഭരണം കയ്യിന്നു പോയി എന്നുള്ളത്. അതിൻ്റെ കൂടെ ആഭ്യന്തര വകുപ്പിലെ വൻ പരാജയം കൂടിയാകുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് CPM നേതൃത്വം. അങ്ങനെ ഒരു കാലത്ത് സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്നവർ, ഏതൊരു നേതാവിനെയും വരച്ച വരയിൽ നിർത്തിയിരുന്നവർ, കമ്മ്യൂണിസ്റ്റ് സമര സഖാക്കൾ ഷാഫി പറമ്പിലിൻ്റെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത്. അതുകൊണ്ട് തന്നെ ഷാഫിയെ പൂട്ടുമെന്ന മുദ്രാവാക്യം മതിയാക്കി സഖാക്കൾ പിരിഞ്ഞുപോയി എന്ന് തന്നെ പറയാം. ഭരണത്തിൻ്റെ ആലസ്യത്തിൽ അഭിരമിച്ചിരുന്ന സഖാക്കൾ സമരം ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ യുവനേതാവ് ഒന്ന് നിന്നാൽ പോലും പിന്തിരിഞ്ഞോടേണ്ടി വരുന്നവരായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സഖാക്കളുടെ ഷാഫി വിരുദ്ധ സമരവും ആവിയായി മാറിയിരിക്കുന്നു.